മലയാള സാഹിത്യത്തിന് പ്രിയങ്കരനായ എം.ടി. വാസുദേവൻ നായരുടെ ഷെർലക് എന്ന ചെറുകഥാസമാഹാരം വളരെ ലളിതമായി അവതരിപ്പിക്കുകയാണ് ഇവിടെ. ആധുനികോത്തര കാലത്തിൻ്റെ അനുഭവമായിത്തീരുന്ന കഥകൾ, നഗരാന്യവൽക്കരണത്തിൽ നിന്ന് ഗ്രാമത്തിൻ്റെ പച്ചയന്വേഷിക്കുന്ന കാഴ്ചകളും സ്വരങ്ങളും. എം.ടി. സർഗാത്മകതയുടെ ജൈവികമായ വളർച്ചയാണ് ഷെർലക്. ഷെർലക്, ശിലാലിഖിതങ്ങൾ, കടുകണ്ണാവ ഒരു യാത്രാക്കുറിപ്പ്, കൽപ്പാന്തം എന്നീ ചെറുകഥകളിലേക്ക് ഒരു യാത്ര പോകാം. ഷെർലക്. പുതിയ തുടക്കത്തിനായി ഫിലാഡൽഫിയയിലേക്ക് കൊച്ചേച്ചി കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ് ബാലുവിനെ. കൂട്ടിന് ഷെർലക്. ഇരുട്ടിലും അവനു നേരെ തിളങ്ങുന്ന പളുങ്കു കണ്ണുകൾ. അതവനെ അലോസരപ്പെടുത്തി. ഷെർലക്കിൻ്റെ അധികാര സ്ഥാപിക്കൽ, നിയന്ത്രണം എല്ലാം അവൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതുപോലെ. കൊച്ചേച്ചിക്കും ജയന്തിനും അവൻ നഖം പോലുമില്ലാത്ത സ്നേഹനിധിയായ അരുമസന്തതിയാണ്. ഈ വിറങ്ങലിച്ച നഗരത്തിൽ വേരെഴുത്താനാകാതെ പിൻവലിഞ്ഞ കുമാരേട്ടൻ്റെ വികാരം ബാലുവിന് ഊഹിക്കാനാകുന്നുണ്ട്. അവൻ പക്ഷേ അവിടെ ഒരു ഏഷ്യ പണിയാൻ ശ്രമിക്കുകയാണ് ഷെർലക്കിലൂടെ. വോഡ്കയുടെ അവസാനത്തെ തുള്ളികൾ പപ്പാതിയാക്കി ഭാഗ്യം പങ്കിട്ടു കഴിച്ച് ഇരുവരും. ഷെർലക് സംസാരിച്ചു തുടങ്ങി. ഒളിപ്പിച്ചുവെച്ച മൂർച്ചയുള്ള നഖം പുറത്തെടുത്തു. എഴുന്നേൽക്കാൻ ശ്രമിച്ച അവനെ തടഞ്ഞുകൊണ്ട് നെഞ്ചിലേക്ക് ഒരു കാൽ കയറ്റിവെച്ച് മെത്തയിലേക്ക് അമർത്തി പിറുപിറുത്തു. ഉറങ്ങ്, സുഖമായി ഉറങ്ങ്. ശിലാലിഖിതം. നാട്ടിൽ അമ്മ തനിച്ചാണ്. മകളെയും കൂട്ടി തറവാട്ടിൽ താമസിക്കാൻ എത്തിയിരിക്കുകയാണ് പ്രൊഫസർ ഗോപൻകുട്ടി. പുരാണ ശിലാലിഖിതങ്ങൾക്ക് തൻ്റെ വിലാസം തിരുപ്പിടിപ്പിക്കാൻ കഠിനാധ്വാനം ചെയ്യുന്ന അയാൾ വീടുവിറ്റ് നാടുപേക്ഷിക്കാൻ അമ്മയെ പ്രേരിപ്പിക്കുകയാണ്. നാട്ടിൻപുറത്തുപോലും അന്യം നിന്നുപോകുന്ന മനുഷ്യത്വത്തിൻ്റെ നേർത്ത നാളം വളർന്നു വരുന്ന രേണുവിലൂടെ തെളിഞ്ഞു കത്തുമ്പോൾ മറ്റെല്ലാവരും അവൾക്കു മുന്നിൽ ചെറുതായി പോകുന്നു. ഒരു ശവം സംസ്കരിക്കാൻ കാണിക്കുന്ന ഉത്സാഹം ആ ജീവൻ രക്ഷിക്കുന്നതിൽ കാണിക്കയില്ല എന്ന വലിയൊരു ഓർമ്മിപ്പിക്കൽ. മനുഷ്യൻ്റെ സ്വാർത്ഥമായ ചൈതികളെ ലളിതമായി തന്നെ അവതരിപ്പിക്കുകയാണ് ശിലാലിഖിതം. കടുകണ്ണാവ ഒരു യാത്രാക്കുറിപ്പ്. യൗവനത്തിൻ്റെ ചുറുചുറുക്കും സാഹസികതയും നഷ്ടപ്പെട്ടിരിക്കുന്നു. ക്ഷണം വന്നത് ശ്രീലങ്കയിൽ നിന്നായതുകൊണ്ട്, അവിടെ എന്നും കാണാനാഗ്രഹിച്ച ഒരു സ്ഥലമുള്ളതുകൊണ്ട് യാത്ര തിരിക്കുന്നു. ഇത് പുതിയ കഥയല്ല, പതിറ്റാണ്ടുകളായി ആവർത്തിക്കപ്പെടുന്നതാണ്. പിതാവിൻ്റെ നിധി അന്വേഷിക്കുന്ന കശ്യപൻ. ശ്രീലങ്കയുടെ ചരിത്രത്തിലും വേണു തന്നെ തിരയുകയാണ്. എന്നാൽ ആഷ്ലിക്ക് അയാൾ പുറമേ നിന്നു വന്ന മെഗല്ലനാണ്, കശ്യപനെ പരാജയപ്പെടുത്താനെത്തിയ മെഗല്ലൻ. പിതാവിൻ്റെ പ്രൗഢഗംഭീരമായ സാമ്രാജ്യം തേടിയെത്തിയ വേണു കാണുന്നത് പശിയടക്കാൻ പായൽ ശേഖരിക്കുന്ന ഒരു മനുഷ്യനെയാണ്. എല്ലുന്തിയ ഒരു മനുഷ്യൻ. യുദ്ധവും ബുദ്ധനും ഒരുപോലെ നിറഞ്ഞാടിയ ആ മണ്ണിൽ നിന്നും ഉത്തരം കിട്ടാത്ത ചോദ്യവുമായി വേണു തിരിച്ചുപോരുന്നു. അയാൾ ചാഞ്ഞുകിടന്നു. മനസ്സിൽ ഉരവിട്ടുകൊണ്ടിരുന്നു. അതെ, പേര് തെറ്റിയതാണ്. എനിക്ക് സ്ഥലപ്പേര് തെറ്റിയതാണ് ഉറപ്പ്. കടുകണ്ണാവയല്ല, മറ്റേതോ ഒരു പേർ, മറ്റേതോ. കൽപ്പാന്തം. കലികാലത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ദേശം പകുത്ത് മഴ പെയ്യുന്നു. നഗരത്തിൻ്റെ ഒരു മൂലയ്ക്ക് കൂറ്റൻ ഫ്ലാറ്റിൽ പേമാരിക്ക് നടുവിൽ ഒറ്റപ്പെട്ടു പോയ രുക്മിണിയുടെ ആകുലത പൂനെയിലേക്ക് പുറപ്പെട്ട ഭർത്താവിനെ ഓർത്താണ്. ശല്യമായി തോന്നിയവർ ആശ്വാസമായി മാറുന്ന, താനൊരു സാമൂഹിക ജീവിയാണെന്ന് ഓർക്കപ്പെടുന്ന നിമിഷങ്ങൾ. സ്നേഹത്തിൽ നിന്നുയർക്കൊണ്ട രുക്മിണിയുടെ അന്വേഷണം അപ്രതീക്ഷിതമായ വെളിപ്പെടുത്തലുകൾക്കിടയാക്കുന്നു. ഭർത്താവിൻ്റെ സ്വഭാവമഹിമയിൽ പുളകം കൊണ്ട് മറ്റെല്ലാം മറന്ന് കഴിഞ്ഞ ഒരായുസ്. അദ്ദേഹം തന്നിൽ നിന്നും വളരെ അകലെയായി കഴിഞ്ഞ സത്യം തിരിച്ചറിയുന്ന നിമിഷം ആവേശം അഴിച്ചുവെക്കപ്പെടുന്നു. ഒടുവിൽ ഇളം പ്രായക്കാരിയായ തൻ്റെ കാമിനിയാൽ ഒരൊറ്റ നോട്ടം കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ട ഭാസ്കരനെ പരിഹാസച്ചിരിയോടെ നോക്കി നിൽക്കാനുതകും വിധം എല്ലാ കെട്ടുപാടുകളിൽ നിന്നും രക്ഷ നേടി അവളുടെ ആത്മാവ് നഗരത്തിനു മുകളിൽ വെള്ളത്തിൽ പാറി നടക്കാനൊരുങ്ങി നിൽക്കുന്നു. അവൾക്ക് ചുറ്റും വീണ്ടും ഒരാഘോഷം നടക്കുന്നു. രാം നാം സത് ഹേ. താങ്ക് യു ഫോർ വാച്ചിങ്. എം.ടി. സീരീസിലെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.